അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരുടെ ഹൃദയത്തിലാണോ നിസ്സാരമായ അണുമണി തൂക്കം കിബറുള്ളത്, അഹങ്കാരമുള്ളത്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ വളരെ ചെറിയ ഒരളവ് കിബറുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖാല റജുലുൻ, അപ്പോൾ ഒരു സഹാബി നബിയോട് ചോദിച്ചു, ഇന്ന റജുല, ഒരു വ്യക്തി, യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസന വ നഅലുഹു ഹസനതൻ, ഒരു വ്യക്തി താൻ ധരിക്കുന്ന ഡ്രസ്സ്, അത് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കാൻ അയാൾ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോഴും ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഭംഗിയുള്ള വസ്ത്രം, അതിൻ്റെ പൂർണ്ണതയാണ് ഭംഗിയുള്ള ചെരുപ്പുണ്ടാവുക. ഇത് കിബറാണോ നബിയെ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാല, അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അഹങ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അൽ കിബ്റു ബതറുൽ ഹഖ്, സത്യം മനസ്സിലായിട്ടും അതിനെ തള്ളിക്കളയലാണ് കിബർ. വഗംതുന്നാസ്, മറ്റുള്ളവരെ ചെറുതായി കാണലുമാണ് കിബർ. അപ്പോൾ ഞാൻ എല്ലാവരേക്കാളും വലിയവനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടം മാത്രമാണ് അയാൾക്ക് ശരി. മറ്റാര് സത്യം പറഞ്ഞാലും അയാൾ അത് അംഗീകരിക്കുകയില്ല. ആ നിലക്ക് സത്യത്തെ നിരാകരിച്ച് മറ്റുള്ളവരെ ചെറുതായി കാണുന്ന അവസ്ഥ, അതാണ് കിബർ. എന്നാൽ ഒരു വ്യക്തി അയാളുടെ ചെരുപ്പ്, അയാളുടെ വസ്ത്രം, അയാളുടെ വാഹനം, അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഭംഗിയുള്ളതായി തീരുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞ ഈ ഒരു ഭാഗമാണ് നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് വലിയ അസ്ലുകൾ ഈ ചെറിയ കലിമത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ട് വലിയ അടിസ്ഥാന തത്വങ്ങൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തത് അൽ മാരിഫ, അള്ളാഹുവിനെ അറിയലാണ്. നമുക്കറിയാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അള്ളാഹുവിന് മഹത്തായ അസ്മാഉകളുണ്ട്. എല്ലാം ഹുസ്ന, നല്ല പേരുകളാണ്. ഓരോ പേരും ഓരോ സിഫത്തിനെ കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ജമീലാണ്. എന്നാൽ ജമീൽ എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണോ? മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഇസ്മല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഒരു ഖബറാണത്. എന്നാൽ അതിനൊരു ഇസ്മായി മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും എണ്ണിയിട്ടില്ല. രണ്ടാണെങ്കിലും ശരി, ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹു അവൻ്റെ എല്ലാ കാര്യങ്ങളിലും, അവൻ്റെ ദാത്തിലും, അവൻ്റെ അസ്മായിലും, അവൻ്റെ സിഫാത്തിലും, അവൻ്റെ പ്രവർത്തനങ്ങളിലും, അള്ളാഹുവിൻ്റെ അഹ്കാമുകളിൽ വരെ അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ, കാരണം അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാം അതിൽപ്പെട്ടു. അതെല്ലാം ജമീലാണ്, ഭംഗിയുള്ളതാണ്. ആ നിലക്ക് അള്ളാഹുവിനെ തിരിച്ചറിയുക എന്ന മഅരിഫത്തുല്ലാഹ് എന്ന വമ്പിച്ച ഒരു അസുൽ അതിലുണ്ട്.
രണ്ടാമത്തത് യുഹിബ്ബുൽ ജമാല, അള്ളാഹു ജമാലിനെ, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഇത് രണ്ടാമത്തെ അസ്ലാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ഒരടിമ പഠിച്ചു കഴിഞ്ഞാൽ ആ ഇസ്മിന് അനുരൂപമായി അയാളുടെ ജീവിതം മാറണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സിഫത്തിന് അനുകൂലമായി അടിമയിൽ നിന്നുള്ള പ്രവർത്തനം, സുലൂക്ക് ഉണ്ടാവണം. ഉദാഹരണത്തിന്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചീത്തവാക്കുകളും മറ്റും പറയാതിരിക്കുക. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നറിഞ്ഞാൽ പിന്നെ ഹറാമായതൊന്നും ചെയ്യാതിരിക്കുക. അള്ളാഹു കാരുണ്യവാനാണ് എന്നറിഞ്ഞാൽ പിന്നെ കാരുണ്യമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. എന്നതുപോലെ അള്ളാഹു ഭംഗിയുള്ളവനാണെങ്കിൽ, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ ആ ഇഷ്ടമനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളും ശ്രദ്ധിക്കൽ തൗഹീദിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിൻ്റെ ഭാഗമാണത് എന്നാണ്. നമ്മൾ മുവഹിദുകളാണെങ്കിൽ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിൻ്റെ ഒരു ഭാഗമാണത്. അതുകൊണ്ടാണ് ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അംരി ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി. ഇന്നല്ലാഹ യുഹിബ്ബു, അള്ളാഹുവിന് ഇഷ്ടമാണ് ഒരടിമക്ക് അള്ളാഹു ഒരു നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അസർ അയാളുടെ ജീവിതത്തിൽ കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ പണമുള്ള ഒരാൾ, നല്ല പണമുള്ള ഒരാളാണ്, അയാൾ ദരിദ്രന്മാർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് അയാളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു വസ്ത്രം, ഒരു വാഹനം, ഒരു വീട്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹു അൻ അബീഹി, തൻ്റെ പിതാവിൽ നിന്ന് പറയുന്നു, അന്നഹു അതൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സൗബിൻ ദൂനിൻ, മോശമായ, അതല്ലെങ്കിൽ പാവങ്ങൾ ധരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുകയുണ്ടായി. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അലക മാലുൻ, താങ്കൾക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം ഖദ് ആതാനി അല്ലാഹു മിൻ കുല്ലിൽ മാൽ, എല്ലാ തരം പണവും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതേതൊക്കെയാണ്? ചില ഹദീസിൽ കാണാം, ഒട്ടകങ്ങൾ, ആടുകൾ, ഒരുപാട് അടിമകൾ, അങ്ങനെ തുടങ്ങി എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദാ ആതാകല്ലാഹു മാലൻ ഫൽയുറ അലൈക അസറു നിഅമതിഹി വ കറാമതിഹി, അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറാമത്തും ആ നിഅമത്തും, റഹ്മാനായ റബ്ബ് നൽകിയ ആ കറാമത്ത്, ആ ആദരവ്, അതേപോലെ തന്നെ റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ആ നിഅമത്ത്, അത് നിൻ്റെ ശരീരത്തിൽ കാണണം. അതുകൊണ്ട് കുറച്ചുകൂടി നല്ല വസ്ത്രം ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ ഭംഗിയുള്ളവരായി തീരാൻ നമുക്ക് കഴിയുമോ ആ മേഖലകളിലൊക്കെ നാം ഭംഗിയുള്ള ആളുകളായി തീരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭംഗി എന്ന് പറയുന്നത് തൗഹീദിൻ്റെ ഭംഗിയാണ്, ഈമാനിൻ്റെ ഭംഗിയാണ്. ശരിയായ ജമാൽ എന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദില്ലാത്ത ഒരാൾ ഇനി എത്ര നല്ല വസ്ത്രം ധരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത്. നല്ല വാഹനം, നല്ല സൗകര്യങ്ങൾ, പക്ഷെ തൗഹീദില്ലെങ്കിൽ എല്ലാ ഭംഗിയും കളഞ്ഞു കുളിച്ചു. ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് തൗഹീദാണ്. ഇനി പരമദരിദ്രനായ ഒരു വ്യക്തി, ഈ പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിക്കാനും ഒന്നും കഴിവില്ലാത്തൊരാൾ, തൗഹീദുള്ള ആളാണെങ്കിലോ അത് ഏറ്റവും വലിയ ഭംഗിയുമാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഈമാനിനോട് അല്ലാഹു നിങ്ങൾക്ക് പ്രിയം തോന്നിച്ചിരിക്കുന്നു, അതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഭംഗിയാക്കിയിരിക്കുന്നു. സീനത്താണ്. ഏറ്റവും വലിയ സീനത്ത് എന്ന് പറയുന്നത് തൗഹീദാണ്. എന്നാൽ ശിർക്കോ, ഖുർആൻ പറയുന്നത് നോക്കൂ, ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ, വിഗ്രഹങ്ങളാകുന്ന മ്ലേച്ഛതയെ നിങ്ങൾ ഉപേക്ഷിക്കുക. വജ്തനിബു ഖൗലസ്സൂർ, ഖൗലുസ്സൂർ, കളവ് പറയൽ നിങ്ങൾ ഉപേക്ഷിക്കൂ എന്നാണ്.
യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ നജസാകുന്നു. അവരുടെ ഈമാൻ അത് ശിർക്കുള്ളതാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനുണ്ട്, അതേ സന്ദർഭത്തിൽ ഈമാനിൽ ളുൽമ് കലരാൻ പാടില്ല. ഏതാണ് ആ ളുൽമ്? ഇന്ന ശിർക ലളുൽമുൻ അദീം. അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ ളുൽമ്. അത് റിജിസാണ്, മ്ലേച്ഛതയാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനാണ് ഭംഗി, ശിർക്കിന് യാതൊരു നിലക്കും ഭംഗിയില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ഏറ്റവും ഭംഗിയുള്ള ആളുകളായി തീരുക. ഇതിൻ്റെ ജമാലിൽ വർധനവുണ്ടാകണം. ഏതുപോലെ ഈമാനിൽ സിയാദത്തുണ്ടെങ്കിൽ ഈമാനിൻ്റെ ഭംഗിയിലും സിയാദത്തുണ്ട്. അൽഹംദുലില്ലാഹ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുമെന്നാണ്. ഖുർആനിൽ നിന്നത് വ്യക്തമാണ്, ഹദീസുകളിൽ നിന്നത് വ്യക്തമാണ്. അപ്പോൾ ഈമാനിൽ വർധനവുണ്ടാവണമെങ്കിൽ അപ്പോൾ തൗഹീദിൻ്റെ സീനത്തിലും വർധനവുണ്ടാകും. അതിനെന്ത് വേണം? നിരന്തരമായി തൗഹീദ്, അതിൻ്റെ ഒരുപാട് ഫുറൂഉകളുണ്ട്, ശാഖകളുണ്ട്, ഉപശാഖകളുണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മറ്റാർക്കും കാണാത്ത ഒരു ഭംഗി അയാളുടെ വാക്കുകളിൽ, അയാളുടെ പ്രവർത്തനങ്ങളിൽ, അയാളുടെ നിലപാടുകളിലൊക്കെ കാണാൻ സാധിക്കും. അത് വളരെ വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് തൗഹീദ് പഠിക്കലും അതിൽ വർധനവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലും, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് ഇൽമ നീ വീണ്ടും 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 വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭംഗി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്തിൻ്റെ ഭംഗിയാണ്. ബിദ്അത്തിന് ഒരു ഭംഗിയുമില്ല. സുന്നത്തിനെ പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ നമസ്കരിക്കുക, പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ നോമ്പ് നോൽക്കുക, പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ വസ്ത്രം ധരിക്കുക, അതിൻ്റെയൊക്കെ ഒരു ഭംഗി വേറെയാണ്. അവിടെ പ്രവാചകനെ മാത്രമാണ് നമ്മൾ പിൻപറ്റുന്നത്. എന്നാൽ നിങ്ങൾ വേറൊരു വ്യക്തിയെ നോക്കൂ, അയാൾക്ക് കണ്ടതും കേട്ടതും ഒക്കെ ദീനാണ്. ആര് പറഞ്ഞാലും ദീനാണ്. അറബിയിൽ കണ്ടതൊക്കെ ദീനാണ്, കിതാബിൽ കണ്ടതൊക്കെ ദീനാണ്, ഉസ്താക്കന്മാർ പറഞ്ഞതൊക്കെ ദീനാണ്, നാട്ടുനടപ്പൊക്കെ ദീനാണ്, കാരണവന്മാർ ചെയ്തതൊക്കെ ദീനാണ്. പിന്നെ എന്ത് ഭംഗിയാണ് അയാളുടെ ജീവിതത്തിനുള്ളത്? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഭംഗി എന്നത് ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുക എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും പറയും, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിൻ്റെ കിതാബാണ്. വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ. ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. തീർന്നില്ല. വശറുൽ ഉമൂരി മുഹ്ദസാത്തുഹാ. ഏറ്റവും മോശമായ കാര്യം മുഹ്ദസാത്തുകളാണ്. ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടലാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അതിന് ഇത്ര ഉറുപ്പിൻ്റെ ലൈറ്റ് കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതിനൊരു ഭംഗിയുമില്ല. നിങ്ങൾ എത്ര ലൈറ്റ് കത്തിച്ചാലും ശരി, റോഡുകളൊക്കെ ഏതെല്ലാം നിലക്ക് കത്തിച്ചാലും ശരി, അതൊരു ബിദ്അത്തിന് വേണ്ടിയാണ് കത്തിച്ചതെങ്കിൽ അതിന് ഭംഗിയില്ല. അതൊരു സുന്നത്തിന് വേണ്ടിയാണ് കത്തിച്ചതെങ്കിൽ അതിൽ ഭംഗിയുണ്ട്. അതുകൊണ്ട് ബിദ്അത്തുകൾക്ക്, മുഹദ്ദസാത്തുകൾക്ക് യാതൊരു ഭംഗിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, 20ഓളം സഹാബികൾ അവർ ദീന് പഠിക്കാൻ വേണ്ടി വന്നു. കുറച്ച് ദിവസം നബിയുടെ കൂടെ നിന്നു. ശേഷം അവർക്ക് വീട്ടിൽ പോകാനുള്ള ആഗ്രഹമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ നാട്ടിലേക്ക് പോകണം, നിങ്ങളിൽ വലിയ ആൾ ഇമാമ് നിൽക്കണം, ഏതെങ്കിലും ഒരാൾ ബാങ്ക് കൊടുക്കണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അതേപോലെ അവിടെ പോയി നമസ്കരിക്കണം. നിങ്ങളെ വക കൂട്ടാനും കുറയ്ക്കാനും നിൽക്കരുത്. നോക്കൂ നിങ്ങൾ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഖുദു അന്നി മനാസിക്കക്കും. ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, പലരും പല രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ റസൂലുള്ള പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഖുദു അന്നി മനാസിക്കക്കും. നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണോ തവാഫ് ചെയ്തത് അതേപോലെ തവാഫ് ചെയ്യണം. ഞാൻ എവിടെ നിന്നാണോ സഅയ് ആരംഭിച്ചത് അവിടെ നിന്ന് നിങ്ങൾ സഅയ് ആരംഭിക്കണം. ഞാൻ എവിടെ നിന്നാണോ ജംറയിൽ കല്ലെറിഞ്ഞത്, എത്രയാണോ എറിഞ്ഞത്, ഏത് രൂപത്തിലാണോ എറിഞ്ഞത് അതേപോലെ ചെയ്യണം. അതിലാണ് അതിൻ്റെ ഭംഗി. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് സുന്നത്തിനെ പിൻപറ്റലാണ്. ബിദ്അത്തുകൾ അഭംഗിയാണ്. അതെത്ര ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടാലും ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തത്, റഹ്മാനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിലുള്ള ഒരു ഭംഗി. അത് ആ ഇബാദത്തിൻ്റെ കൃത്യതയിലും കൃത്യനിഷ്ഠയിലും അതിൻ്റെ വലിപ്പത്തിലുമൊക്കെ അത് നിലകൊള്ളുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ സലമ ഇബ്നു അബ്ദിർ റഹ്മാൻ
ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. എന്താ ചോദ്യം? കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി റമളാൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റമളാനിലെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി, മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹാ അലാ 11 റക്അത്തൻ. അല്ലാഹുവിൻ്റെ റസൂൽ റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. ആ ഹദീസ് അവിടെ തീരുന്നില്ല, ബാക്കിയുണ്ട്. എന്താണ് ബാക്കി? യുസല്ലി അർബഅൻ, 4 റക്അത്ത് നമസ്കരിക്കും. ഫലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ഒരു ഭംഗിയെക്കുറിച്ചോ ദൈർഘ്യത്തെക്കുറിച്ചോ എന്നോട് ചോദിക്കണ്ട എന്ന്. എന്താണ് അതിലുള്ള ആ ഹുസ്ന് എന്ന് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അതിൻ്റെ ഒരു ഭംഗി എനിക്ക് വിശദീകരിക്കാൻ പറ്റൂല, ചോദിക്കണ്ട എന്നാണ്. അതിന് ഉത്തരമല്ല, അതിൻ്റെ ദൈർഘ്യത്തിന് ഉത്തരമില്ല, അതിൻ്റെ ഭംഗിക്കും ഉത്തരമില്ല. അങ്ങനെ ഭംഗിയായി നമസ്കരിക്കാൻ പറ്റുമോ? തീർച്ചയായും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അതാണ്, ജുഇലത് ഖുറത്തു ഐനി ഫി സ്വലാഹ്, എൻ്റെ കൺകുളിർമ എന്ന് പറയുന്നത് നമസ്കാരത്തിലാണ്. യാ ബിലാൽ അഖിമിസ് സ്വലാഹ് അരിഹ്നാ ബിഹ, ഓ ബിലാൽ ഇഖാമത്ത് കൊടുക്കൂ, എനിക്ക് സമാധാനം തരൂ. പ്രവാചകന്റെ നൃത്തം, പ്രവാചകന്റെ റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, ഖുശൂഅ്, നബി അതിൽ ചൊല്ലിയ പ്രാർത്ഥനകളുടെ ഭംഗി, ആ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ, ഖുർആനിക വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ദുആ, റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും ദൈർഘ്യം, ഇതൊക്കെയാണ് ഭംഗി. അപ്പോൾ ഇബാദത്തുകൾക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. സ്വലാത്തിന് ഭംഗിയുണ്ട്. പ്രവാചകൻ പറഞ്ഞില്ലേ, അസ്വലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉൻ നാർ, പാപങ്ങളെ സദഖ ഇല്ലാതെയാക്കുന്നു, വെള്ളം തീയെ കെടുത്തി കളയുന്നത് പോലെ. അങ്ങനെ സദഖക്കൊരു ഭംഗിയുണ്ട്, സിയാമിനൊരു ഭംഗിയുണ്ട്, ഉംറക്കൊരു ഭംഗിയുണ്ട്, ഹജ്ജിനൊരു ഭംഗിയുണ്ട്. എല്ലാം അതിൻ്റേതായ രൂപത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ, അതുകൊണ്ട് ഇബാദത്തുകൾ, നമ്മുടെ ഇബാദത്തുകൾ ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ വന്ന് ഒരാൾ ധൃതിയിൽ നമസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇദ്ഹബു ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയി നമസ്കരിക്കുക, കാരണം ഇപ്പോൾ നീ നമസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ നിസ്കാരത്തെ അല്ലാഹുവിൻ്റെ റസൂൽ നിഷേധിക്കുകയാണ് ചെയ്തത്. അയാൾ നമസ്കരിച്ചിട്ടില്ലേ? ഉണ്ട്. റുക്കൂ ചെയ്തിട്ടില്ലേ? ഉണ്ട്. സുജൂദ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഒരു റുക്നും കൂട്ടിയിട്ടില്ല, ഒരു റുക്നും കുറച്ചിട്ടുമില്ല. പക്ഷേ റസൂലുള്ള പറഞ്ഞു നമസ്കാരമായിട്ടില്ല. എന്തുകൊണ്ടാണ്? ധൃതിയിൽ നമസ്കരിച്ചപ്പോൾ പറഞ്ഞു. ആ ധൃതിയിലുള്ള നമസ്കാരത്തിന് ഒരു ഭംഗിയുമില്ല. നമ്മുടെ ഹൃദയത്തിന് അടക്കമുണ്ടാകണം, തുമഅനീനത്തുണ്ടാകണം ഓരോ ചലനങ്ങളിലും, അതിനാണ് ഭംഗി. ഈ രൂപത്തിൽ എല്ലാ ആരാധനകളിലും ഭംഗിയുള്ളവരായി തീരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീടുള്ളത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള ഭംഗിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രാരംഭ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിച്ച, നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകളിൽ അല്ലാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുവേ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എന്നെ വഴി നടത്തണേ റബ്ബേ, ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത്, അതിലെ ഏറ്റവും നല്ലതിലേക്ക് നീയല്ലാതെ വഴി നടത്തുന്നവനില്ല. നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ലതായി തീരണം. മോശം സ്വഭാവം ഒരാളുടെ എല്ലാ ഭംഗിയും ഇല്ലാതെയാക്കും. അതുകൊണ്ടാണ് വസ്രിഫ് അന്നി സയ്യിഅഹ, നമ്മളൊക്കെ പഠിച്ച് ദുആ ചെയ്യേണ്ട ഒരു ദുആ ആണ്. സ്വഭാവങ്ങളിൽ ഏറ്റവും മോശമായതിനെ എന്നിൽ നിന്ന് നീ അകറ്റണമേ, ലാ യസ്രിഫു അൻ സയ്യിഅഹ ഇല്ലാ അൻത്, അതിൻ്റെ ചീത്തയിൽ നിന്ന് അതിനെ തിരിച്ചുവിടുന്നത് നീയല്ലാതെ വേറെ ആരുമില്ല റബ്ബേ. അതുകൊണ്ട് എല്ലാ മോശം സ്വഭാവങ്ങളെയും എന്നിൽ നിന്ന് മാറ്റി എനിക്ക് നീ ഏറ്റവും നല്ല സ്വഭാവം നൽകണമേ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയാറുണ്ട്, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അല്ലാഹുവേ നീ എൻ്റെ പ്രകൃതം നന്നാക്കി. മനുഷ്യൻ എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അല്ലാഹുവേ നീ എൻ്റെ പ്രകൃതത്തെ നന്നാക്കിയിരിക്കുന്നു. ഫഅഹ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവത്തെയും അതേപോലെ നീ നന്നാക്കി തരണമേ റബ്ബേ, എൻ്റെ സ്വഭാവത്തെയും നീ അതേപോലെ നന്നാക്കി തരണമേ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാകാം, ഒരാൾ വികൃതം രൂപമാണ് ജനങ്ങളുടെ കണ്ണിലെന്ന് വിചാരിക്കും. അപ്പോൾ അയാളുടെ സ്വഭാവം അങ്ങനെ ആവാന്നാണോ? എൻ്റെ പ്രകൃതത്തെ നീ നന്നാക്കി, അതിനാൽ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണമേ. അപ്പോൾ ഇത് ഭംഗിയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ളതാണോ? അല്ലെങ്കിൽ ഭംഗിയില്ല എന്ന് കരുതുന്നവർക്ക് ഈ പ്രാർത്ഥനയില്ലേ?
അവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞത് പ്രത്യേകം മനുഷ്യൻ്റെ ഫിത്രത്തിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ഫിത്രത്തിനെയാണ്. ഒരിക്കലും ഒരു സഹാബി, അദ്ദേഹം നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ വസ്ത്രം നെരിയാണിയുടെ മേലെയാക്കി കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, നബി, എൻ്റെ കണങ്കാൽ വളരെ മെലിഞ്ഞിട്ടാണ്, കണ്ടാൽ ആളുകൾക്ക് പ്രയാസം തോന്നുന്ന, അഭംഗി തോന്നുന്ന ഒരവസ്ഥയാണ് എൻ്റെ കാലിനുള്ളത്, അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വസ്ത്രം താഴ്ത്തിയിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സൃഷ്ടിച്ചതിൽ ഒന്നും അഭംഗിയില്ല. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം ഭംഗിയുള്ളതാണ്. മനുഷ്യൻ്റെ ദുർബലമായ അറിവില്ലാത്ത കാഴ്ച കൊണ്ടേ അവന് മറ്റൊന്നിനെ അഭംഗിയായി തോന്നുകയുള്ളൂ. ശരിയായ ഇൽമ്, ശരിയായ അറിവ് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് തോന്നുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അതിലൊരഭംഗിയുമില്ല, കയറ്റിയെടുക്കാൻ പറഞ്ഞു. ഒരഭംഗിയുമില്ല, കയറ്റിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു സൃഷ്ടിച്ച ഒരു നിറത്തിലും, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു പ്രകൃതത്തിലും എന്തില്ല? അഭംഗിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യമാരെ നീളം കുറഞ്ഞവളെന്ന് കാണിക്കാൻ വേണ്ടി കൈതാത്തി കാണിച്ചു. വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല, കൈതാത്തി കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ വാക്ക് വന്നിട്ടില്ല, ആക്ഷനാണ്, പക്ഷെ അതൊരു വാക്കാണ്, അതൊരു സന്ദേശമാണ്. അത് കടലിൽ കലക്കിയാൽ കടലിലെ വെള്ളം മുഴുവൻ അശുദ്ധമായി പോകുമായിരുന്നു. അത്രക്ക് ഗൗരവമുള്ള പ്രയോഗമാണ് പ്രയോഗിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കിബർ എന്ന് പറഞ്ഞല്ലോ, അതാണ് വഗംതുന്നാസ്. മറ്റുള്ളവരുടെ പ്രകൃതം, ആകാരം, രൂപം, നിറം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ചെറുതായി കാണലും അവരെ പരിഹസിക്കലും യഥാർത്ഥത്തിൽ അതാണ് കിബർ. അങ്ങനെയുള്ളവൻ എത്ര ഭംഗിയുള്ളവനാണെങ്കിലും എത്ര നല്ല വസ്ത്രം ധരിച്ചാലും അവനൊരു ഭംഗിയുമില്ല, അവനിൽ കിബറുള്ള കാലത്തോളം. അതുകൊണ്ട് തന്നെ നാം റബ്ബിനോട് ദുആ ചെയ്യണം, നമ്മുടെ സ്വഭാവം നന്നാക്കി തീർക്കണം. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ഫസബുറുൻ ജമീൽ എന്നൊരു വാക്ക് കാണാം. സൂറത്ത് യൂസുഫിൽ തന്നെ 2 സ്ഥലത്തുണ്ട്. ഫസ്ബിറു സബറൻ ജമീല എന്ന് മറ്റൊരിടത്ത് കാണാം. ഭംഗിയായി ക്ഷമിക്കുക. ക്ഷമയിൽ ഒരു ഭംഗിയുണ്ട്, സ്വഭാവത്തിലൊരു ഭംഗിയുണ്ട്, വിട്ടുവീഴ്ചയിൽ ഭംഗിയുണ്ട്, സഹനത്തിൽ ഭംഗിയുണ്ട്, നല്ല വാക്കുകൾ പറയുന്നതിൽ ഭംഗിയുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ പെരുമാറ്റം നല്ലതാണെങ്കിൽ എന്തൊരു രസമാണ് അയാളോട് പെരുമാറാൻ, എന്തൊരു രസമാണ് അയാളുമായി ഇടപഴകാൻ. അയാളെക്കുറിച്ച് എപ്പോഴും മറ്റുള്ളവർ നിർഭയനായിരിക്കും. കാരണം അയാളുടെ നാവ് കൊണ്ട് എനിക്കൊരു ഷർറുണ്ടാവുകയില്ല. എന്നെക്കുറിച്ച് അയാൾ മറ്റൊരാളോട് മോശമായി പറയുകയില്ല, അയാൾ ഗീബത്ത് പറയുകയില്ല, അയാൾ നമീമത്ത് പറയുകയില്ല എന്നിങ്ങനെ തുടങ്ങി ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് മറ്റൊരാൾ നിർഭയനായി തീരുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ ഭംഗി ഉണ്ടാവുന്നത്. അതുകൊണ്ട് പെരുമാറ്റത്തിലും ആ ഒരു ജമാൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മോശവാക്കുകൾ പറയുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല, തെറിവാക്കുകൾ പറയുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല, ഒച്ചയിട്ട് സംസാരിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുസ്വഭാവങ്ങൾ എണ്ണിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും നമ്മിൽ ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രം ഭംഗിയുള്ളതായിരിക്കണം. പക്ഷേ അവിടെ തഖ്വയുടെ വസ്ത്രം കൊണ്ട് അതിനെ ഭംഗിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നു. സൂറത്തുൽ അറാഫിലെ 26 കാണാം, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആദമിൻ്റെ മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് തണുപ്പിനെയും ചൂടിനെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ അതിലുണ്ട്. വരീഷൻ, ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന സ്ഥാനവസ്ത്രങ്ങളും അല്ലാത്ത വസ്ത്രങ്ങളുമുണ്ട്. ആ വസ്ത്രങ്ങളൊക്കെ ധരിക്കാം. പക്ഷേ വലിബാസു തഖ്വാ, തഖ്വയുടെ വസ്ത്രം, ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഖൈറായത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും വലിയ ഭംഗി. ഹിജാബ് ധരിച്ച്, പർദ്ദ ധരിച്ച്, തൻ്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണാത്ത രൂപത്തിൽ പുറത്തിറങ്ങുന്നതിലാണ് ഭംഗി. പുരുഷൻ നെരിയാണിയുടെ മേലെ വസ്ത്രം ധരിക്കുന്നതിലാണ് ഭംഗി. അവൻ താടി വളർത്തുന്നതിലാണ് ഭംഗി. മീശ വെട്ടുന്നതിലാണ് അവൻ്റെ ഭംഗി. വൃത്തിയും വെടിപ്പുമുള്ള ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നതിലാണ് ഭംഗി. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ആദമിൻ്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരത്തെ, അവിടെ സീനത്ത് എന്നത് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞതാണ്, സീനത്താണത്, ഭംഗിയാണത്, അത് ധരിക്കണം എന്നാണ്. അപ്പം തഖ്വയുടെ വസ്ത്രത്തിനാണ് ഭംഗി. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആശുറുൻ മിനൽ ഫിത്ര,
10 കാര്യങ്ങൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതത്തിൽപ്പെട്ടതാണ്. അത് മനുഷ്യൻ്റെ ഫിത്രത്തിൽ നിന്ന്, അവൻ്റെ പ്രകൃതത്തിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചതും അള്ളാഹു ഇഷ്ടപ്പെടുന്നതുമാണ്. ഏതാണ് ഈ 10 കാര്യങ്ങൾ? ഒന്നാമത് എണ്ണിയത് ഖസ്സു ഷാരിബ്, മീശ വെട്ടണം. എന്താ മീശ വെട്ടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്? മേൽചുണ്ടിൽ നിന്ന് താഴോട്ടിറങ്ങാതെ അതിൻ്റെ മേലെ വെച്ച്, അതായത് ഈ ചുണ്ടിൻ്റെ അറ്റം നോക്കിയാൽ കാണണം, മീശ കൊണ്ടത് മറയരുത്, അതാണ് ഉദ്ദേശം. അപ്പം അതുകൊണ്ട് മീശ വലുതാകുന്നതിനനുസരിച്ച് ചെറുതാക്കി വെട്ടണം. നമ്മുടെ ചുണ്ട് മറയാത്ത രൂപത്തിലായിരിക്കണം മീശ. പല ആളുകളുടെയും മീശ കണ്ടാൽ പേടിയാവുന്ന രൂപത്തിലുള്ള മീശയാണ്. ഒരു മുസ്ലിമിന് അങ്ങനെ ഒരു മീശ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞത് ഇഅഫാഉൽ ലിഹ്യ, താടി വളർത്തണം എന്നാണ്. താടി വളർത്തണം. ഇഅഫാഉൽ ലിഹ്യ അത് ഫിത്രത്തിൽപ്പെട്ട, അള്ളാഹു നിശ്ചയിച്ച ഭംഗിയിൽപ്പെട്ടതാണ്. എന്നാൽ ചില ആളുകളെ പിശാച് പ്രേരിപ്പിക്കും, താടി ഭംഗിയല്ല, അതുകൊണ്ട് ക്ലീൻ ഷേവ്. 1 ബ്ലേഡ് ഉള്ളതിൻ്റെ പരസ്യം, 2 ബ്ലേഡ് ഉള്ളതിൻ്റെ പരസ്യം, 5 ബ്ലേഡൊക്കെ ഉള്ളതിൻ്റെ പരസ്യമാണ്. അപ്പോൾ അതിന് നോക്കിയിട്ട് വാങ്ങണം. കാരണം എന്താണ്? മുടിയുടെ അംശം പോലും എവിടെയും കാണാൻ പാടില്ല. അങ്ങനെ ക്ലീനാക്കുകയാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഈ രൂപത്തിലാണ്. ഇഅഫാഉൽ ലിഹ്യ. വസ്സിവാക്ക്, പല്ല് തേക്കണം, പല്ല് തേക്കണം. വസ്തിൻഷാഖുൽ മാ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, മൂക്കിലുള്ള വൃത്തികേടുകൾ ഒഴിവാക്കണം. വഖസ്സുൽ അദ്ഫാർ, നഖം വെട്ടണം. പല ആളുകളും നഖം നീട്ടുന്ന സ്വഭാവക്കാരാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. സ്ത്രീകളിൽ അത് കൂടി വരുന്നു. അവരുടേതായ സൗന്ദര്യം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നഖം അവർ നീട്ടി വളർത്തുന്നു. സ്ത്രീകളും പുരുഷന്മാരുമൊന്നും നഖം നീട്ടി വളർത്തരുത്, അത് അഭംഗിയാണ്. അത് അവർക്ക് മനസ്സിലാവാത്തത് പിശാച് മറപ്പിച്ച് കളയുകയാണ്. വഗസ്ലുൽ ബറാജിം, നോക്കൂ, ബറാജിം അഥവാ കൈവിരലുകളുടെ ജോയിന്റുകൾക്കാണ് ബറാജിം എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യൻ ശ്രദ്ധിക്കാതെ അഴുക്കുകൾ ഇവിടെ വന്ന് അടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വുളു എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ കഴുകാൻ റസൂലുള്ള പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ പോലും ഒരു അശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിം, ആ മുസ്ലിമിൻ്റെ ശരീരം എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം. വനത്ഫുൽ ഇബ്ത്, കക്ഷങ്ങളിലെ രോമങ്ങൾ സാധിക്കുന്നവർ പറിച്ചു കളയുക, അല്ലെങ്കിൽ വെട്ടുകയോ വടിച്ചു കളയുകയോ ചെയ്യുക. വഹൽഖുൽ ആന, ഗുഹ്യാവയവങ്ങളുടെ ചുറ്റിലുമുള്ള രോമങ്ങൾ അതും നീക്കം ചെയ്യുക. വൻതിഖാസുൽ മാ, മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കഴിവിൻ്റെ പരമാവധി, ഫസ്റ്റ് പ്രിഫറൻസ് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക. ഈ 9 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. 10ാമത്തത് അദ്ദേഹം പറയുന്നത്, 10ാമത്തത് ഞാൻ മറന്നുപോയി, പക്ഷേ ഞാൻ വിചാരിക്കുന്നു അത് അൽ മദ്മദയാണ്, അഥവാ വായിൽ വെള്ളമാക്കി കൊപ്പിളിക്കുക. പല്ലിൻ്റെ ഇടുക്കിലും വായിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊപ്പിളിച്ച് കളയുക. അങ്ങനെ പല്ല് തേച്ചും വായ കൊപ്പിളിച്ചും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയും നഖം വെട്ടിയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്തുമൊക്കെ നല്ല ഭംഗിയുള്ളവരാവുക. നമസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുക, ജനാബത്തുകാരായാൽ കുളിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ. അതിൽപ്പെട്ട ഭംഗിയിൽപ്പെട്ടതാണ് താടി ഉണ്ടാവുക എന്നുള്ളത്. മീശയും താടിയും ഒക്കെ ഉണ്ടാവണം. ഓരോന്നിനും അതിൻ്റേതായ അഹ്കാമുകളുണ്ട്. അതൊക്കെ ഭംഗിയിൽപ്പെട്ടതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാം ഭംഗിയാണ്. പ്രവാചകൻ നിഷിദ്ധമാക്കിയതെല്ലാം അഭംഗിയാണ്. യുഹില്ലു ലഹുമുത് തയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയതൊക്കെ ഖബീസുകളായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹറാമ് ചെയ്താലേ എനിക്ക് ഭംഗി ഉണ്ടാവൂ എന്ന് കരുതുന്നത് തെറ്റായ ചിന്താഗതിയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ബിസിനസ്സാണല്ലോ ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്. കാരണം ഈ വക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് പുറത്തിറങ്ങിയാലാണ് അത് ഭംഗിയെന്ന് പലരെയും പിശാച് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അവരെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. ചില ആളുകൾ അവരുടെ മോശമായ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ വിചാരിക്കുന്നത് ഫറആഹു ഹസന, ഇതാണ് ഭംഗി എന്നാണ്. പക്ഷേ സുയ്യിന ലഹു, അത് അവൻ അങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടതാണ്. ആരാണിത് തോന്നിപ്പിക്കുന്നത്? സൂറത്തുൻ നഹ്ലിൽ 63 അല്ലാഹു പറഞ്ഞു, ഫസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും. പിശാച് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തതാണ്. പിശാചാണ് അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ ഭംഗിയാക്കി തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയതിലൊന്നും ഭംഗിയില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭംഗി. കാരണം ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചതെല്ലാം ഭംഗിയുള്ളതാണ്. ആ ഭംഗി നമ്മുടെ എല്ലാ മേഖലകളിലും കാണട്ടെ. ഹൃദയത്തിൻ്റെ ഭംഗി അതിലെ തൗഹീദാണ്, അതിലെ ഇഖ്ലാസാണ്, അതിലെ തഖ്വയാണ്.
അതേപോലെ തന്നെ അസൂയയോ വെറുപ്പോ വിദ്വേഷമോ പകയോ, ഒരാളോടും വിദ്വേഷമില്ലാത്തൊരു നല്ല മനസ്സ്, അതാണ് ഹൃദയത്തിൻ്റെ ഭംഗി. നാവിൻ്റെ ഭംഗി എന്ന് പറയുന്നത് സത്യം പറയലാണ്. കളവ് പറയുന്നവർക്ക് ഭംഗിയില്ല, അതേപോലെ തന്നെ പരിഹസിക്കുന്നവർക്ക് ഭംഗിയില്ല, ഗീബത്ത് നമീമത്ത് പറയുന്നവർക്ക് ഭംഗിയില്ല, ചതിയുടെ പ്രയോഗങ്ങൾ നടത്തുന്നവർക്ക് ഭംഗിയില്ല. അപ്പോൾ നാവിൻ്റെ ഭംഗി സത്യസന്ധതയും തീബുൽ കലാമുമാണ്. നല്ല വാക്കുകൾ പറയുക. അൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ, നല്ല വാക്ക് സദഖയാണ്. ഇനി ശരീരത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ, ഇബാദാത്തുകളൊക്കെ വളരെ കൃത്യമായി നിർവഹിക്കലും അള്ളാഹു നിഷിദ്ധമാക്കിയ മദ്യപാനം, പലിശ, മയക്കുമരുന്ന്, ചൂതാട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കലുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല 3 നിലക്കുള്ള ഭംഗി അവർക്ക് നൽകുമെന്നാണ്. സൂറത്തുൽ ഇൻസാനിലെ 11ലും 12ലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നദ്റതൻ വസുറൂറ. അന്ന് അവർക്കുണ്ടാവുന്നത് എല്ലാ ഷർറിൽ നിന്നും അല്ലാഹു അവരെ സംരക്ഷിക്കും. പിന്നീട് അവർ കണ്ടുമുട്ടുന്നത്, അവരെ നിങ്ങൾക്ക് കാണാം എങ്ങനെ, നദ്റതൻ, മുഖത്ത് വമ്പിച്ചൊരു പ്രകാശം ഉണ്ടാവുന്നതാണ്. ആ മുഖത്തെ ബാഹ്യമായ ഭംഗിയാണ്. വസുറൂറൻ, ഉള്ളിലോ അങ്ങേയറ്റത്തെ സന്തോഷവും. അപ്പം കൽബിൽ സന്തോഷം, സുറൂറ്, അതിൻ്റെ ബഹജത്ത്, അതിൻ്റെ നളറത്ത്, അതിൻ്റെ നവാറ, അത് അവരുടെ മുഖത്തും കാണാം. വജസാഹും ബിമാ സബറു ജന്നത്തൻ വഹരീറ. അതുകൊണ്ട് തന്നെ അവർ ക്ഷമിച്ചതിനാൽ അവർക്ക് ജന്നത്തുമുണ്ട്, പട്ടുവസ്ത്രങ്ങളുമുണ്ട്, നല്ല ഏറ്റവും മുന്തിയ വസ്ത്രം. ആ വസ്ത്രം തന്നെ സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് എടുക്കപ്പെടുന്നതാണെന്ന്. തൂബ എന്നൊരു വൃക്ഷമുണ്ട്, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന വസ്ത്രമാണ് അണിയിക്കപ്പെടുന്നത്. നല്ല നല്ല ഉടയാടകളും കിരീടങ്ങളും വസ്ത്രങ്ങളുമുണ്ട്. ഇവിടെ അവർ ഭംഗിയുള്ളവരായി, അതുകൊണ്ട് പരലോകത്തും അവർ ഭംഗിയുള്ള ആളുകളായിരിക്കും. സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവർ തന്നെ 14-ാം രാവിൽ ആ ചന്ദ്രൻ്റെ പ്രകാശം പോലെയായിരിക്കുന്നതാണ്, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയായിരിക്കും. അങ്ങനെയാണ് സ്വർഗത്തിലുള്ള ആളുകളുടെ ഭംഗി എന്നാണ്. കാരണം അവർ ദുനിയാവിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള എല്ലാ ഭംഗികളെയും സ്വീകരിച്ചു, എല്ലാ അഭംഗികളെയും ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമുക്ക് നൽകുന്ന ആ വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാം അനുവദിക്കുന്ന എല്ലാ ഭംഗികളും നമുക്കാവാം, എന്നാൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക, അതാണ് യഥാർത്ഥ ഭംഗി എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.